50 അടി നീളം, 1000 കിലോ ഭാരം, ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പ് ജീവിച്ചത് ഇന്ത്യയിൽ. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? പക്ഷേ സംഭവം സത്യമാണ് എന്നാണ് ശാസ്ത്രലോകം അടയാളപ്പെടുത്തുന്നത്. ഭീമൻ സർപ്പത്തിന് ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് വാസുകി. വാസുകിയുടെ പേര് നമുക്ക് പരിചിതമാണല്ലോ. അങ്ങനെ ഒരു വാസുകി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിവ് നിരത്തി സാക്ഷ്യപ്പെടുത്തുകയാണ് ശാസ്ത്രജ്ഞർ. നിലവിലെ ഏറ്റവും വലിയ പാമ്പ് ആമസോൺ മഴക്കാടുകളിലെ അനാക്കോണ്ടകളാണല്ലോ. എന്നാൽ അതിനും എത്രയോ വർഷം മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ 4 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന, പിന്നീട് എപ്പോഴോ വംശനാശം സംഭവിച്ചു പോയ ആ വലിയ പാമ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം. ശിവപുരാണത്തിൽ പറയുന്നത് പോലെ ശിവന്റെ കഴുത്തിലിരിക്കുന്ന വാസുകി എന്ന പാമ്പാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം പുരാണങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്തുതന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാസുകി ഇൻഡിക്കസിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഭൂമിയിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകൾ അനാക്കോണ്ടകളാണ്. എന്നാൽ ഇവയേക്കാൾ വലിപ്പമുള്ള പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിരിക്കുകയാണിപ്പോൾ. അതും ഇന്ത്യയിൽ നിന്ന്. ഗുജറാത്തിലെ പനന്ത്രോ ലിഗ്നൈറ്റ് ഖനിക്ക് സമീപത്ത് നിന്നാണ് വാസുകി ഇൻഡിക്കസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത്. വാസുകിക്ക് 1 ടൺ ഭാരവും 1 സ്കൂൾ ബസിനേക്കാൾ നീളവുമുണ്ടെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഈ പ്രദേശത്തു നിന്ന് ലഭിച്ച ഫോസിലുകൾ പ്രകാരം ഏകദേശം 36 അടി മുതൽ 50 അടി വരെ നീളമുണ്ട് ഇവയ്ക്കെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിന്റെ അസ്ഥികൂടങ്ങളാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഗുജറാത്തിലെ കച്ചിൽ നിന്നും കണ്ടെത്തിയ ഈ ഫോസിൽ ലോകത്ത് ജീവിച്ച പാമ്പുകളിൽ ഏറ്റവും ഭീമനായ സർപ്പത്തിൻ്റെതാണ് എന്നാണ് IIT തുർക്കിയിലെ ഗവേഷകരുടെ നിഗമനം. കശേരുവിന് രൂപം നൽകുന്ന 27 അസ്ഥികൾ വിശകലനം ചെയ്ത് കൃത്യമായ പഠനത്തിലാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് ശാസ്ത്രലോകം എത്തിപ്പെടുന്നത്. 4.7 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഈ ഭീമൻ പാമ്പിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് ശാസ്ത്രലോകം പേരിട്ടിരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ഒരു പേര് എന്ന നിർദ്ദേശത്തിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത്. ഹിന്ദു പുരാണ കഥകളിലെ പരമശിവനുമായി ബന്ധപ്പെട്ടതാണ് വാസുകി. ശിവന്റെ കഴുത്തിൽ ഇരിക്കുന്ന പാമ്പിനെയാണ് വാസുകി എന്ന് വിളിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഈ പാമ്പിന് ഏകദേശം 11 മീറ്റർ മുതൽ 15 മീറ്റർ വരെ നീളമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇവ കൂടുതലായും കാണപ്പെട്ടത് ചതുപ്പ് നിലങ്ങളിലാണ്. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന, പിന്നീട് വംശനാശം സംഭവിച്ച ടൈറ്റനോബോവയുമായി മാത്രമേ ഈ ഭീമൻ സർപ്പത്തെ നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ നീളത്തിന് സമാനമാണ്. ഈ പാമ്പിന് ഏകദേശം 42 അടി, അതായത് 13 മീറ്റർ നീളമാണ് കണക്കാക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് ഏഷ്യാറ്റിക് റെറ്റിക്കുലേറ്റഡ് എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പാണ്. 33 അടി, അതായത് 10 മീറ്റർ ആണ് ഇവയുടെ ആകെ നീളം. വാസുകിക്ക് 2200 പൗണ്ട്, ഏതാണ്ട് 1000 കിലോയോളം ഭാരം ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇതുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്നവയിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ പാമ്പ് എന്നതിന്റെ ഉത്തരമാണ് വാസുകി ഇൻഡിക്കസ് എന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഭീമൻ സർപ്പത്തെ കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച് സയന്റിഫിക് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലഭ്യമായ ഫോസിലുകളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം എന്തെന്നാൽ പാമ്പ് ജീവിച്ചിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ആ അസ്ഥികൂടങ്ങളും നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നതാണ്. പാമ്പിന്റെ ഏറ്റവും വലിയ കശേരുവിന് 11 സെന്റിമീറ്റർ വീതി ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ വീതിയേറിയതും സിലിണ്ടർ ആകൃതിയുള്ള ശരീരമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. പാമ്പിന്റെ വലുപ്പവും ഭാരവും കണക്കിലെടുക്കുമ്പോൾ അത് പതുക്കെ ചലിക്കുന്ന, പതിയിരുന്ന് വേട്ടയാടുന്ന ഒരിനം ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പാമ്പിന്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങളിലേക്ക് ഇവർ എത്തിച്ചേർന്നിട്ടില്ല. കൂടാതെ സമീപത്തു നിന്ന് കണ്ടെത്തിയ മറ്റ് ഫോസിലുകൾ ചരിത്രാതീത തിമിംഗലങ്ങൾ, കാറ്റ്ഫിഷ്, ആമകൾ, മുതലകൾ, മറ്റ് തണ്ണീർത്തട ജീവികൾ എന്നിവയോടൊപ്പമാണ് ഈ കൂറ്റൻ പാമ്പും ജീവിച്ചതെന്ന് വ്യക്തമാക്കുകയാണ്. സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ വാസുകിയുടെ ജീവിതകാലം 47 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സജീവമായിരുന്ന ചതുപ്പ് നിറഞ്ഞ നിത്യഹരിത വനങ്ങളിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വംശനാശം സംഭവിച്ച മറ്റൊരു ഭീമാകാരനായ പാമ്പായ ടൈറ്റനോബോവയെ അടുത്തിടെ ഗവേഷകർ കൊളംബിയയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ടൈറ്റനോബോവ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നവയാണെന്ന് കണക്കാക്കുന്നു. ഇവ രണ്ടിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. കണ്ടെത്തിയ 2 പാമ്പുകളും പൊതുവായുള്ള കാര്യം ഇവ രണ്ടും ജീവിച്ചിരുന്നത് ലോകം അസാധാരണമായ ചൂട് കൂടിയ കാലത്താണ് എന്നതാണ്. അന്നത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിലും അതീതമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരം പാമ്പുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്ന് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം.
പാമ്പുകൾ തണുത്ത രക്തമുള്ള മൃഗങ്ങളാണ്. അവയ്ക്ക് വലിപ്പം വെക്കാൻ ഉയർന്ന താപനില ആവശ്യവുമാണ്. കോംബ്രിഡ്ജ് സർവകലാശാലയിലെ പാലിയന്റോളജിസ്റ്റായ ജേസൺ ഹെഡാണ് ഇതിന്റെ വിശദീകരണം നൽകുന്നത്. എന്നാൽ ഇപ്പോൾ ആഗോളതാപനം നടക്കുകയാണല്ലോ. അപ്പോൾ ഭീമാകാരമായ പാമ്പുകൾ ഇനിയും ഉണ്ടാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിനുള്ള ഉത്തരവും അദ്ദേഹം തന്നെ നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഉയർന്ന താപനിലയുടെ നിരക്ക് പാമ്പുകളെ വലിയ ഉരകജീവികളാക്കി മാറ്റുന്നത് തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.